പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു എന്നുള്ളൊരു അങ്ങനെയല്ല. ഞാൻ ഇതുവരെ ഒരു ഓഡീഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് പേടിയുമാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ. ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളിൽ പോയിരുന്നത്. ഈ ഡാൻസും പാട്ടിനും ഇതിനുമൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് സ്വയം ബോധം ഉണ്ടാവുക, ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഞാനും ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ചിലവർ ജിമ്മിൽ പോയി കിടന്ന് പണിയെടുത്ത് മരിക്കുന്നത് കാണാം. കുറേ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് പല കാര്യത്തിലും ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സിംഗിളായിരിക്കുന്നവർക്ക് എങ്ങനെ എത്ര വേണം കല്യാണം കഴിച്ചവർക്ക് എങ്ങനെ സിംഗിളായാൽ മതി. ഈ ഇന്ത്യൻ പ്രണയകഥ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫഹദിൻ്റെ കൂട്ടത്തിലാണ് അഭിനയിച്ചപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ഒരാളായിരുന്നു ലാലേട്ടൻ എന്നുള്ളത്. നമുക്ക് ഹായ്, ഇന്ന് നമ്മുടെ ഒപ്പം ടോക്ക് ടൈമിലുള്ളത് ഒരു ഡാൻസർ, സിംഗർ, ആക്ടറും കൂടിയായ കൃഷ്ണപ്രഭയാണ്. ഹായ് കൃഷ്ണപ്രഭ. ഹലോ. ഹൗ ആർ യു? ഐ എം ഗുഡ്. ഹൗ ആർ യു? ഐ എം ഫൈൻ. ആക്ടർ കൃഷ്ണപ്രഭയിൽ നിന്ന് ഡാൻസർ, സിംഗർ, ഒരു എന്റർപ്രണർ. അപ്പോൾ ആ ജേർണി എങ്ങനെയായിരുന്നു? അത് ഒരു ഉൾട്ട ക്വസ്റ്റ്യനാ. ആക്ടർ കൃഷ്ണപ്രഭയിൽ നിന്നല്ല ഡാൻസറും സിംഗറും ഉണ്ടായത്. ഞാൻ എൻ്റെ 3 വയസ്സ് മുതൽ ഡാൻസും പാട്ടും പഠിക്കാൻ ആരംഭിച്ച ആളാണ്. എൻ്റെ കരിയർ, എൻ്റെ പ്രൊഫഷൻ തന്നെ എൻ്റെ ഡാൻസർ ആൻഡ് സിംഗർ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് 2008 മാടമ്പിയിലൂടെയാണ് ഒരു ആക്ടർ, അതായത് ഒരു മൂവി ആക്ടർ ആവുന്നതും. പിന്നെ അതിന് മുന്നേ ഒരു 5 കൊല്ലം മുന്നേ ആണ് ഞാൻ ചാനൽ ആങ്കറായിട്ട് വരുന്നതും TV ഷോസ് ഒക്കെ ചെയ്ത് 2008 മാടമ്പി ചെയ്ത് സിനിമയിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഉൾട്ടയാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഓരോ പോസ്റ്റിൻ്റെ താഴെയൊക്കെ, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണേലും ഇൻസ്റ്റയുടെ താഴെയാണേലും ഒക്കെ ഞാൻ ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ പറയണ്ട പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു എന്നുള്ളൊരു അങ്ങനെയല്ല. അത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. പണിയില്ലാത്തതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതല്ല, ഞാൻ ആദ്യം തുടങ്ങിയ ഡാൻസാണ്. പിന്നെ സിനിമ വരുന്നതാണ് ചെയ്യുന്നതും, അത് ഓഫൺ വരും. ഇത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, ആക്ടറായി കഴിഞ്ഞിട്ടാണ് ഡാൻസ്. അതെനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് പേര് ഇപ്പം ചോദിക്കുകയും ചെയ്യും, പാട്ടിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എപ്പം മുതൽ പാടി തുടങ്ങി എന്ന്. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തൊണ്ട വരദാനമായിട്ട് കിട്ടുന്നതല്ലല്ലോ, അത് ജന്മന കിട്ടുന്നതല്ലേ. അങ്ങനെ കുറേ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് സിനിമയിൽ ഫസ്റ്റ് 2008 മാടമ്പി എന്നുള്ള മൂവിയിൽ വന്നത്? അപ്പോൾ എങ്ങനെയായിരുന്നു ഓഡീഷനും കാര്യങ്ങളും? എങ്ങനെയാണ് ആ ഒരു അന്ന് ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൊരു കോമൺ വേർഡാണ് ഈ ഓഡീഷൻ എന്ന് പറയുന്നതും. ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രക്രിയയുമാണ് ഓഡീഷൻ എന്ന് പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാനൽ ആങ്കറായിട്ടായിരുന്നു ഏഷ്യനെറ്റ് പോലെയുള്ള ചാനലുകളിൽ, സിനിമാല പോലെയുള്ള പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്കൽ ചാനൽസിലെല്ലാം ആങ്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഏഷ്യനെറ്റിലേക്ക് വരുന്നത്. അങ്ങനെ സിനിമാല ചെയ്യുമ്പോഴാണ് മാടമ്പിയിലേക്കുള്ള കോള് വരുന്നത്. അങ്ങനെ ആണ് ചെയ്തത്. പക്ഷെ അന്ന് അങ്ങനെ ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ ചാനൽ TV പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് അവർ ഓക്കെ ഈ കുട്ടി കൊള്ളാം, അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓഡീഷൻ ഇപ്പോൾ കൂടുതലാണ്, ഈ സോഷ്യൽ മീഡിയ വന്ന പിന്നെയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഓഡീഷൻ കാസ്റ്റിംഗ് കോളൊക്കെ നമ്മൾ കാണുന്നതൊക്കെ. അന്ന് ഓഡീഷൻസ് ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ ഇന്നത്തെ അത്ര ഇല്ല. ഏതെങ്കിലും ഒരു നല്ല പ്രോഗ്രാം കാണുമ്പോൾ ഇന്ന കുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ മുഖചിത്രം വരുമ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതുള്ള ഒരുപാട് ഹീറോയിൻസ് ഇപ്പോഴും നമുക്ക് മലയാളത്തിലുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുവരെ ഒരു ഓഡീഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് പേടിയുമാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ. ഇനി നമ്മളിപ്പോൾ സ്റ്റേജിലിപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് പെർഫോം ചെയ്യാം, അതിൽ എനിക്ക് ടെൻഷനില്ല. ക്യാമറയ്ക്ക് മുമ്പിലും നമ്മൾ പെർഫോം ചെയ്യും, അതിൽ പേടിയില്ല. പക്ഷേ എനിക്ക് ഓഡീഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഞാൻ അറ്റൻഡ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അതൊരു ഇപ്പോഴും ഒരു ധൈര്യമില്ല ഓഡീഷൻ്റെ ഇതിന്. ചിലപ്പോൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. ഓക്കെ, ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് ആയിരുന്നില്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ എടുക്കും എന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചെറുതിലെ മുതലേ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 3 വയസ്സ് മുതലേ തന്നെ എൻ്റെ ഡാൻസ്, പാട്ട്, പിന്നെ എപ്പോഴും ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ്സ് കളമശ്ശേരി ആണ് 10th വരെ പഠിച്ചത്. പിന്നെ +1 മുതൽ തേവര സേക്രഡ് ഹാർട്സിലാണ് പഠിച്ചത്. അപ്പോൾ അത് ശരിക്കും ഞാൻ പഠിക്കാനായിട്ടല്ല ഞാൻ സ്കൂളിലും കോളേജിലും പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഇപ്പം
നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ പഠിക്കാൻ അല്ല ശരിക്കും പോയിരുന്നത്. ഞാൻ കൂടുതൽ യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാനും എൻ്റെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. ഞാൻ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ആർട്സ് ക്ലബിൻ്റെ ഇതിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അങ്ങനെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളിൽ പോയിരുന്നത്. ഈ ഡാൻസും പാട്ടിനും ഇതിനുമൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ ഉള്ളൊരു ചിന്തയായിരുന്നു എന്തായാലും കരിയർ ഇത് തന്നെ ആക്കണം, പ്രൊഫഷണൽ. ഞാൻ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ തൊഴിലായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ പലരും അങ്ങനെയല്ലല്ലോ, പഠിച്ചല്ലല്ലോ ജോലി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സുഗന്ധി മാം ആയിരുന്നു ഫസ്റ്റ് ഗുരു എന്ന് കലാമണ്ഡലം സുഗന്ധി മാം. അപ്പോൾ മാമുമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സുന്ദരിച്ചറിന്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിൽ ലോകത്ത് എവിടെ ചെന്നാലും ഞാൻ അതിലൊരു അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റുഡൻറ്റിന് നല്ല ടീച്ചേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞാനിപ്പോഴും അത് തന്നെയാണ് വിശ്വസിക്കുന്നതും. അപ്പോൾ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഈ അടുത്ത് തുടരും ചെയ്തപ്പോൾ ശോഭന മാമായിട്ടുള്ള കോമ്പിനേഷനോ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു, ഞാൻ സുന്ദരി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ മാം പോലും ഓ സുന്ദരി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് അല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പം അവരെല്ലാവരും കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് പത്മ സുബ്രഹ്മണ്യം മാമിൻ്റെ സ്റ്റുഡൻ്റ് ആണ് സുഗന്ധി ടീച്ചർ. അപ്പം ശോഭന മാം, ഇവരെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിൽ വലിയ അഭിമാനമാണ്. ടീച്ചർ കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച RLV ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്ത്, പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് RLV പ്രദീപ് കുമാർ സാറിൻ്റെ അടുത്താണ്. പിന്നെ ഇടയ്ക്ക് ലീല സാംസൺ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ചെന്നൈയിൽ. ഇപ്പം മ്യൂസിക്കിലാണെങ്കിലും ഹിന്ദുസ്ഥാനി സുശാന്ത് സാറുണ്ട്, പിന്നെ കർണാടകയിലും മനു നമ്പൂതിരി സാറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ശിഷ്യ ആയതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും. ഞാൻ ഇവരുടെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സീറ്റുണ്ട് എവിടെ ചെന്നാലും. പിന്നെ അത് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടീച്ചറിൻ്റെ അടുത്തു നിന്നൊക്കെ നല്ല നുള്ളു കിട്ടിയും അടി കിട്ടിയുമാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളെ നേരെ പോലും നോക്കാൻ പാടില്ല എന്നുള്ളൊരു സിസ്റ്റം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നല്ല എന്നാന്നുള്ളത്. കുറച്ച് അടിയൊക്കെ കിട്ടി പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പം സ്റ്റേജ് ഷോ, സിനിമ, പിന്നെ സീരിയൽസ്, അപ്പം ഈ 3 ഫീൽഡ് വരുമ്പോഴും 3 മീറ്റേഴ്സാണ് നമ്മൾ പിടിക്കേണ്ടത് ആക്ടിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരേ ടൈം നമ്മൾ ഇപ്പം സീരിയലിൽ അഭിനയിക്കുന്നു, മൂവീസ് ചെയ്യുന്നു, അപ്പം ഓരോ ഫീൽഡിൽ വരുമ്പോഴത്തേക്കും ഓരോ മീറ്റർ പിടിക്കണം. അപ്പം അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ. ഇപ്പൊ സ്റ്റേജിൽ ചെയ്യുന്നതല്ല ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നത്. സ്റ്റേജിൽ ചെയ്യുന്നത് നമുക്കിപ്പോൾ അങ്ങേയറ്റത്തിരിക്കുന്നവൻ പോലും കാണണം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഓവറായിട്ടായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻസിനെല്ലാം ചെയ്യുന്നത്. കുറച്ച് ലൗഡായിരിക്കും. പിന്നെ പാട്ടാണേലും ഡാൻസ് ആണേലും ഒക്കെ നമ്മൾ ഇച്ചിരി എക്സ്പ്രസീവായിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ക്യാമറയ്ക്ക് മുൻപിൽ വരുമ്പോൾ വളരെ സെറ്റിലായിട്ട് ചെയ്താൽ മതി. അതാണ് ഡിഫറൻസ് ഉള്ളത്. എല്ലാത്തിൻ്റെയും പ്രധാനം ടൈമിംഗ് ആണ്. അതിന് എനിക്ക് ഒരുപാട് എൻ്റെ പാട്ടും ഡാൻസും ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ അത് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്, അത് കൺട്രോൾ ചെയ്യാനൊരു ഡയറക്ടർ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം സ്വയം ബോധം ഉണ്ടാവുക, ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവും. പിന്നെ ഡയറക്ടർ കംപ്ലീറ്റ്ലി പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ ടിപ്സൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക. അല്ലാത്തത് മാനേജ് ചെയ്യാനൊന്നുമില്ല, അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ലൈക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ, ഹൈ മീറ്റർ പിടിച്ചിട്ട് പെട്ടെന്ന് സിനിമയിൽ വരുമ്പോൾ സട്ടലായിട്ട്? ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആദ്യം ഒരു ബോധം ഉണ്ടായാൽ മതി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ എല്ലാത്തിലും പറയുന്നതാണ്. അതായത് റെസ്റ്റ് ഏരിയാസ് വരുന്നത്. ഇപ്പം നമ്മൾ പുറത്ത് പ്രോഗ്രാംസിനൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ US, കാനഡ, UK, അയർലൻഡ് ഇതെല്ലാം പോകുമ്പോൾ അവിടെ എല്ലാവരും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റെസ്റ്റ് ഏരിയ ഓരോ 5 മൈൽ കൂടുമ്പോഴും നമുക്ക് അവിടെ ഹൈവേസിലൊന്നും നമുക്ക് ഇവിടെ പോലെ തോന്നണ പോലെ ഒന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് എന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ടുന്ന പരിപാടികളൊന്നുമില്ല. ഒരു 5 മൈൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഒരു റെസ്റ്റ് ഏരിയ ഒരു ടേൺ എടുത്തിട്ടാണ് നമ്മൾ ഈ റെസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ ഒരു കോഫി ഷോപ്പ്, പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്. നമുക്ക് റെസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ട്രക്കൊക്കെ ഓടിച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവർക്ക് അവർക്കൊന്ന് കിടക്കാനുള്ള സമയം, സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും.
അപ്പം അത്ര ഭയങ്കര ആഡംബരമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ കുറച്ച് വൃത്തിയൊക്കെ ഉള്ളതൊക്കെ വരാം ഇവിടെ ഇപ്പോൾ 1-2 മുക്കുമൂലയ്ക്കൊക്കെ ഓരോന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ എങ്ങനെ പോകും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അടുത്ത ചിന്തിക്കേണ്ട കാര്യം. കാരണം ക്ലീനിങ് ഒന്നുമില്ല. ഇപ്പൊ പമ്പിന്റെ കാര്യം ഈ അടുത്ത് അവർ നിർത്തിച്ചു. പബ്ലിക്കിന് അവിടെ പോകാൻ പറ്റില്ല, പെട്രോളോ ഡീസലോ അടിച്ച അത് മാത്രം കസ്റ്റമേഴ്സിന് മാത്രം പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ അതപ്പോൾ അവർ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് അതിൻ്റെ അധികാരികളോട് പറഞ്ഞ് ഇന്ന ഒരു സൗകര്യം ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത്. ഈ കോമൺ പബ്ലിക് ഇതാണ് റെസ്റ്റ് ഏരിയ ആണ് വേണം എന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കംഫർട്ട് മീൽ ഉണ്ടാവുമല്ലോ, എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം കുറവാണ്. കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. ഇവിടെ വെജ് മാത്രമേ വെക്കുള്ളൂ. പിന്നെ വെജ് മാത്രമേ വെക്കുള്ളൂ എന്നല്ല, വലിയ കാര്യമായിട്ടൊന്നും വെക്കാറില്ല വീട്ടില്. ഞങ്ങള് എപ്പോഴും പുറത്തുനിന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. കൂടുതൽ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കഴിക്കുന്നത്. ദോശ ഇഡലിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പിന്നെ നോൺ വെജ് ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. കുക്ക് ചെയ്യോ? അതിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചില കുക്കിംഗ് സ്കിൽസ് മാത്രം, ഫേവറേറ്റ് സംഭവങ്ങളൊന്നും അല്ല അല്ലേ? അങ്ങനെ ഭയങ്കര വലിയ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്കിപ്പോൾ വണ്ടിയുടെ മൈലേജ് കൂടുന്നു പറഞ്ഞതുപോലെയാണ്. കാറിൻ്റെ മൈലേജൊക്കെ നല്ല നോക്കിയായിരിക്കില്ല. അതുപോലെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എനർജി ഉണ്ടാവും. ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ക്ഷീണത്തിൽ നമുക്ക് വളരെ ക്ഷീണമായിട്ട് നമ്മൾ ഒരു പണിയും ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ചിലവർക്ക് തിരിച്ചായിരിക്കും, ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഇതുപോലെ. ഞാൻ ഇപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ ആരോഗ്യം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഫിറ്റ്നസ് ജേർണി, യോഗ, ജിം, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ലൈക്ക് അത് ഒരിടയ്ക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ്. അപ്പം അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ആ ഒരു കൈൻഡ് ഓഫ് യോഗയിലേക്ക് എങ്ങനെയാണ് വന്നത്? യോഗ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് ഒരു 10 വർഷമായി. യോഗ, ഡാൻസ് ഇതെല്ലാം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് കേട്ടോ. പലർക്കും ഞാൻ കണ്ടിട്ടുള്ളത് ഓരോരുത്തർ കുറച്ച് കാലത്തേക്ക് എന്നാൽ യോഗയ്ക്ക് പോവാം, അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനും ചെയ്യാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആദ്യം മാറ്റുക എന്നുള്ളതാണ്. അതിപ്പം പൊതുവെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഞാനും ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ബോഡി വൈസ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഏതാണ് കംഫർട്ടബിൾ. ചിലർ ജിമ്മിൽ പോയി കിടന്ന് പോണിയെടുത്ത് മരിക്കുന്നത് കാണാം, പക്ഷേ വണ്ണമൊന്നും കുറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെയിറ്റ് കൂടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം നമുക്ക് ഏതാണ് ചേരുന്നത് എന്നുള്ളത്. ഇപ്പോൾ യോഗയാണെങ്കിൽ യോഗ, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയിട്ട് തോറ്റ് തുന്നം പടി വന്ന ആളാണ്. ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്ര വലിയ കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ജിമ്മിൻ്റെ ആൾക്കാരെ കുറ്റം പറയുമല്ല, എനിക്കത് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് കംഫർട്ടാണ് യോഗ. പിന്നെ കുറച്ചുകൂടെ ചിലപ്പോൾ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല സ്ട്രെച്ചിങ് ഇതുണ്ട് എനിക്ക്. പിന്നെ കുറച്ച് ബാലൻസ്ഡ് ആണ്. ആക്ടിങ് കരിയർ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു മൊമെന്റ് വരെ നോ പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ഈ റോള് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ റോള് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, അത് ആദ്യം മുതൽ ഇപ്പം വരെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഗെയിൻ ചെയ്തെടുത്തത്? അല്ല, ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരിടയ്ക്ക് മൊത്തം ഇപ്പോൾ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരിടയിൽ മൊത്തം ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമ വന്നതിൽ ശേഷം തോന്നുന്നു, അല്ല അതിന് മുൻപ് ഒക്കെ തന്നെ സെർവൻറ്റ് ഇതിലായിട്ടുള്ള ഒരു ക്യാരക്ടറിന് വിളിക്കുമായിരുന്നു. സെർവൻറ്റ് അല്ലെങ്കിൽ നേഴ്സ് അങ്ങനത്തെ ഒക്കെ ഞാൻ. അപ്പം അത് മോശമെന്നല്ല പറയുന്നത്, പക്ഷെ ചിലപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനൊന്നും കാണത്തില്ല. പക്ഷെ അത് ഓക്കെ, ഒരു വേലക്കാരത്തിൽ അറിയാം, അന്ന് അവരെ വിളിക്കാം, ഒരു നേഴ്സിനെ അന്ന് ഇവരെ വിളിക്കാം. അങ്ങനെയാണ് പലപ്പോഴും ചാർട്ടിങ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ അയ്യോ നമ്മളത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇനി വിളിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതായത് ഒരു കരിയർ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കും, അയ്യോ ഇനി ചിലപ്പോൾ ഇനി അടുത്തതിന് വിളിച്ചില്ലെങ്കിലോ, ചിലപ്പോൾ ഇത് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ആണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പിന്നീട് റിപ്പീറ്റഡ്ലി വിളിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും വെറുതെ ഇത് ആവശ്യമില്ലാത്ത, അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നുമില്ല. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ എങ്ങനെയാണ്, ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അത് ചെയ്താൽ കൊള്ളില്ലായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പറയും അയ്യോ അത് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ചിലപ്പോൾ നോ പറയാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിസി സോറി കേട്ടോ നാളെ ഉണ്ടാവില്ല, നോ വരുന്നില്ല എന്ന് പറയണ്ട, നമ്മളെന്തെങ്കിലും തിരക്കായിരിക്കും, അങ്ങനെയുള്ളതിൽ അപ്പം അങ്ങനെ മാറ്റി വിടലാണ്. അതിപ്പോൾ ഏത് ക്യാരക്ടറാണെങ്കിലും അതിപ്പോൾ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പറയും
നോ പറയാം എന്ന് വിചാരിക്കും. ഓക്കെ. ഇപ്പം ഇപ്പോഴത്തെ കൃഷ്ണപ്രഭയും യങ് കൃഷ്ണപ്രഭയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ കൃഷ്ണപ്രഭ യങ് കൃഷ്ണപ്രഭയുടെ അടുത്ത് എന്ത് പറയാനായിരിക്കും ആഗ്രഹിക്കുന്നത്? ഒരു കരിയർ വൈസ് ആയാലും ലൈഫിൽ എക്സ്പീരിയൻസ് ആയാലും. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഇത് തന്നെയാണ് ഇഷ്ടം. അത് വെച്ചാൽ എല്ലാവരും പൊതുവെ എല്ലാവരും പറയില്ല നമ്മൾ ചെറുതാവേ മതിയായിരുന്നു എന്ന് പറയല്ലേ. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കുറെ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് പല കാര്യത്തിലും ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അത് ഇനി ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരെന്ത് ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം പലരും ഇപ്പം ഇന്നാണ് ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു. അതിങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സിംഗിളായിരിക്കുന്നവർക്ക് എങ്ങനെ എത്ര വേഗം കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചവർക്ക് എങ്ങനെ സിംഗിളായാൽ മതി. ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ വലിയ പിള്ളേരാവണം എന്ന് വിചാരിക്കും, വലിയ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ചെറിയ പിള്ളേരായാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഏത് സ്റ്റേജിലാണോ ഞാൻ അത് എല്ലാ സ്റ്റേജും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കങ്ങനെ ചെറുതായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. പണ്ടത്തെ ആളോട് എന്താ പറയണെന്ന് വെച്ചാൽ പണ്ടത്തെ ആള് ഞാൻ തന്നെയാണല്ലോ, ഞാനെന്ത് പറയാനാ. അല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് അങ്ങനെ കൊടുക്കാനാണെങ്കിലോ, എൻ്റെ ഒരു 20s കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ ഡീപ്പായിരുന്നു. ഇപ്പൊ ഡീപ്പല്ല എന്നല്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ കുറെ ആവശ്യമില്ലാത്ത കുറെ സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അങ്ങനെ എനിക്കല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് എൻ്റെ ഒരു 20s എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 30s ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതിപ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ പോകുന്നതാണ്. ഞാൻ എന്ത് കാര്യം ചെയ്താൽ അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്യുള്ളൂ. ഒരിക്കലും ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ പോകുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു റിവൈൻഡ് അടിക്കുമ്പോൾ ആയിരിക്കും നമ്മൾ വെറുതെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മുടെ സമയം കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ, അന്ന് എന്തിനു കളഞ്ഞു, ഇപ്പൊ പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. അതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഒരു ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ്, അവരുടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആരെങ്കിലും ഉണ്ടോ? ഇന്നവരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളതാണ്. അത് ഏതൊരു ആക്ടറിൻ്റെ ആയാലും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഇന്ന ആളുടെ കൂടെ എന്നുള്ളതില്ല, എല്ലാവരും നല്ല ആക്ടേഴ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇന്ത്യൻ പ്രണയകഥ ചെയ്തുകൊണ്ട് ഫഹദിൻ്റെ കൂട്ടത്തിലാണ് അഭിനയിച്ചപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ഒരാളായിരുന്നു ലാലേട്ടൻ എന്നുള്ളത്. നമുക്ക് കോമ്പിനേഷനൊക്കെ ഉള്ളത് നമ്മൾ അതേപോലെ സീരിയസ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് വരും. സീരിയസ്നെസ് എല്ലാത്തിലും ഉണ്ട്, എങ്കിൽ കൂടിയും ഇവരോടൊപ്പം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും നമ്മൾ. കാരണം അത്രയും സീനിയേഴ്സാണ് നിൽക്കുന്നത്, അത്രയും ബ്രില്യൻ്റ് ആക്ടേഴ്സാണ് നിൽക്കുന്നത് എന്നുള്ളത്. സീനിയേഴ്സിനേക്കാളും ഉപരി ബ്രില്യൻ്റ് ആക്ടേഴ്സാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കാരണം ഒരു ടേക്കിംഗ് കൂടെ പോകരുത് എന്നുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രണയത ചെയ്യുമ്പോഴാണ് ഒന്നാം സത്യൻ സാറിൻ്റെ ഒരു ഡയറക്ഷൻ, ഫഹദാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അങ്ങനെ അതിലാണ് നമ്മൾ ഫഹദിൻ്റെ കൂടുതൽ ഇനിയും ചെയ്യാൻ ഒത്തിരി താല്പര്യമാണ്, ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു വലിയ കമൽഹാസൻ സാർ ഫാനാണ്. അപ്പം എപ്പോഴെങ്കിലും കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാൾ ലുലുവിൽ വിക്രത്തിൻ്റെ പ്രൊമോഷൻ വന്നപ്പോൾ കണ്ടു, സാറിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. എല്ലാ ആക്ടേഴ്സിനെയും പോലെയും പുള്ളിയുടെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും. പിന്നെ വിജയ് ഫാനാണ്, അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പക്ഷെ എല്ലാത്തിനേക്കാളും ഉപരി അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല, നമുക്ക് കുറച്ചുകൂടെ നല്ല ക്യാരക്ടേഴ്സ് വരണം എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം, എനിക്കും ആഗ്രഹമാണ്. ലഗിജ കലയെ പാട്ട് പാടിയിട്ട് കഴിഞ്ഞ വർഷം മഴവിൽ മനോരമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പാടി കുറച്ച് വൈറലൊക്കെ ആയി. അപ്പം ആ ഒരു പാട്ട് ഒന്ന് പാടാമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും കുഴപ്പമില്ല. ആ പാട്ട് ഇപ്പം ഞാൻ മിക്കടത്ത് ചെല്ലുമ്പോഴും പാടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അടിയിൽ കമന്റ് വരെ ഇട്ട് തുടങ്ങി, ഈ പാട്ട് മാത്രമേ അറിയുള്ളൂ. അങ്ങനല്ല കേട്ടോ, ഇനി വേറെ പാട്ട് പാടാം. ഞാൻ ഒരു ലതാജി വലിയ ഫാനാണ്. അപ്പോൾ ഞാൻ ലതാജിയുടെ തന്നെ വേറൊരു പാട്ട് പാടാം. ലഗ്ജാഗിൽ ഇപ്പം എല്ലാവരും കേട്ടാലോ, വൈറലായി എന്ന് സ്വയം പറഞ്ഞല്ലോ എന്തായാലും. അപ്പോൾ അതെ, അപ്പോൾ വേറെ പാട്ട് പാടാം. തൂ जहाँ चलेगा मेरा साया साथ होगा, तो जहाँ चलेगा मेरा साया साथ होगा, मेरा साया मेरा
ഓക്കെ, അടിപൊളി. താങ്ക് യു. പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാ. അവരെന്താണോ ശീലിച്ചത് അതായിരിക്കും ഓരോ കമന്റ്സ് ആയിട്ടൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ പോസ്റ്റിന്റെ താഴെ ഇടുന്നത്. എന്താ പഠിച്ചേ? കെമിസ്ട്രി. എന്നിട്ട് ചെയ്യുന്ന ജോലിയോ? ചെയ്യുന്നത് ബയോളജിയോ? ഞാൻ എന്റെ സംശയം ചോദിച്ചതാണ്, നിങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് ചെയ്യുന്ന വേറൊരു ജോലി, അതപ്പോ അത് നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും, അതായത് ഇതാണ് ഞാൻ ചെയ്യാൻ അപ്പൊ ആ കാശ് കളഞ്ഞു വെറുതെ. വഴുതി മറിയല്ല. വൈദ്യുതിയോ എന്ന് പറഞ്ഞേ? വഴുതി മറിയുന്ന ഇന്നത്തെ എന്തുകൊണ്ട് നന്നായിട്ട് കൊളാവണേ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിന് ആരും കയറില്ലല്ലോ. മിക്ക സീസണിലും വിളിക്കാറുണ്ട്. എനിക്ക് അതിൽ വലിയ കാര്യമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ബിഗ് ബോസിനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ഇവിടെ തീർക്കേണ്ടി വരും ചിലപ്പോൾ.